അങ്ങനെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മെർമെയ്ഡിന്റെ അടുത്ത് വെച്ചായിരുന്നു നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പം ആ ഒരു ലിങ്ക് ഞാനിവിടെ മേലെ ഐക്കാർഡിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി കാണുക. അപ്പോൾ ഈ ഒരു ഫിഷ് ടാങ്ക് അല്ല, ഈ ഒരു ടാങ്കിൽ 2 മെർമെയ്ഡ് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ മെർമെയ്ഡ് ഷോ കണ്ടു വരുമ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കടൽ മീനുകളാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് കയറി കഴിയുമ്പോൾ കടലിന്റെ അകത്ത് കയറിയൊരു ഫീലായിരുന്നു. 2 സൈഡ് കൊണ്ടും കടൽ മീനുകളെ കൊണ്ട് അങ്ങ് നിറച്ചിരിക്കുകയാണ്. അതിന്റെ സൈഡിലായിട്ട് ടണൽ അക്വേറിയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ടണൽ അക്വേറിയം ഞങ്ങൾ അവിടെ കഴക്കൂട്ടത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എനിക്ക് പോയി കാണാനോ അതെന്താണ് സംഭവമെന്നോ ഒന്നും എനിക്ക് അറിയാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അത് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഓടി വന്നത്. അപ്പൊ ഈ ഒരു 150 രൂപ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാം അല്ലേ? പക്ഷികളെ കാണാം, പിന്നെ റോബോട്ടിനെ കാണാം, മത്സ്യകന്യകയെ കാണാം, അതേ കുറെ കടൽ മീനുകളെ കാണാം. അങ്ങനെ വേണ്ട കുറേ സംഭവങ്ങൾ നമുക്ക് ഈ 150 രൂപ കൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ദേ ഞങ്ങൾ റിച്ചുവിന് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചതേ ഞങ്ങൾ അങ്ങനെ കണ്ട് പോവാണ്. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്ന ടണൽ അക്വേറിയത്തിന്റെ അകത്തുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് പറന്ന് നടക്കുന്ന തെരണ്ടി മീനെയാണ് കേട്ടോ. ഞങ്ങൾ അവിടേക്ക് ഈ ഒരു മീനെ പറയുന്നത് തെരച്ചിയെന്നാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയണേന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഫുൾ ഒരു നീലമായ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ ഇത് വരത്തില്ല കേട്ടോ. അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നേരിട്ട് വന്ന് കാണേണ്ട ഒരു സംഭവമാണ്. നമ്മൾ കാണാത്ത ഒരുപാട് മീനുകൾ, അതായത് കടലിന്റെ അടിയിലുള്ള ഒരുപാട് മീനുകൾ ഈ ഒരു സംഭവത്തിലുണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ.
അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളത്തിനടിയിലുള്ള 2 കുഞ്ഞു പൂച്ചക്കുട്ടികളെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളത്തിനടിയിൽ പൂച്ചക്കുട്ടി ഇരിക്കുന്നത് കാണാം. അതും ഇത്രയും മീനുകളുടെ ഇടയിൽ അവരെ ഒന്നും ചെയ്യാതെ. അങ്ങനെ ഒരാൾ ദേ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിപ്പുണ്ട്. മറ്റേയാൾ സുഖം ഉറക്കമായിരുന്നു. ഒന്നും ചെയ്തിട്ട് അതിനകത്ത് തട്ടിയിട്ട് പോലും എണീക്കുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഫുൾ സ്റ്റോളുകളായിരുന്നു. ഫർണിച്ചറായിട്ടും ഇലക്ട്രോണിക്സ് ആയിട്ടും സ്വീറ്റ്സ് ആയിട്ടും അങ്ങനെ വേണ്ട കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ദേ ജയന്റ് വീലും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ വൈകിട്ടാകുമ്പോഴാണെന്ന് തോന്നുന്നു വർക്കിംഗ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിൻ്റെ ടൈമിങ് വന്നിട്ട് വർക്കിംഗ് ഡേയ്സിൽ 2 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. ഹോളിഡേയ്സിൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് ഒന്നും കൂടെ ഞാൻ പറയാം, 150 രൂപയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ഇത് വന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ടാറ്റാ.